ജീവിതത്തിൻ്റെ സുഖമനുഭവിക്കാൻ ആശിക്കേണ്ടതില്ല. അവശ്യ സന്ദർഭങ്ങളിലെല്ലാം ഏതാവശ്യവും അങ്ങനെയുള്ളവൻ ഈ പ്രകൃതി ചെയ്തു തരും. അതാണ് പ്രകൃതി നിയമവും. അതിലേറ്റവും ശ്രദ്ധേയമായ പേര് കർണന്റെ പേരാണ്. അതാ ഇവിടെ ഉദാഹരണമായി പറയുന്നത്. ശ്രീകർണസ്യ ബലേശ്വവിക്രമ പദേ ദദ്യാവികീർത്തിസ്ഥിത. ഏറ്റവും കൂടുതൽ കീർത്തി ദാനം കൊണ്ട് നേടിയ ആളാണ് കർണൻ. ലോകത്തെ ഏറ്റവും പേരുകെട്ട ദാനശീലം കർണൻ്റെതാണ്. ദാനവീരന്മാരിൽ ഏറ്റവും അധികം പേരെടുത്തിട്ടുള്ളയാൾ കർണനാണെന്ന് സാരം. ആര് എന്ത് കർണൻ്റെ അടുത്ത് എന്ന് ചോദിച്ചാലും അയാൾ നിരാശനായി മടങ്ങി വരേണ്ടി വരില്ല. മരണം വരദാനമായിരുന്നു. കർണനെ ഏറ്റവും അധികം പ്രശംസിച്ചിരുന്ന ഒരാളുണ്ട്. പേരറിയോ? കർണനെ ഏറ്റവും അധികം പ്രശംസിച്ചിരുന്ന ഒരാളുണ്ട് മഹാഭാരതത്തിൽ. അല്ല, ദുര്യോധനല്ല, ശ്രീകൃഷ്ണൻ. അത് സഹിക്കവയ്യാത്ത ഒരാളുണ്ടായിരുന്നു. ശ്രീകൃഷ്ണൻ്റെ കർണനെയുള്ള പ്രശംസ സഹിക്കാൻ വയ്യാത്ത ഒരാളുണ്ടായിരുന്നു. അർജുനൻ. എല്ലാ സമയത്തും കർണനെ ഇങ്ങനെ പ്രശംസിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാഭാരത യുദ്ധത്തിൽ വീണ് കിടക്കുന്ന കർണൻ, കുണ്ടലമറ്റ് വീണ് കിടക്കുന്ന കർണൻ കിടക്കുമ്പോഴും കർണനെ പ്രശംസിക്കുന്നു കൃഷ്ണൻ. അർജുനൻ ചോദിച്ചു, ഞാനും ഒരുപാട് ദാനമൊക്കെ ചെയ്യുന്നുണ്ട്, പിന്നെന്താണ് അങ്ങ് ഇപ്പോഴും കർണനെ പ്രശംസിക്കുന്നത്? പറഞ്ഞോൻ ജീവൻ വെടിയുമ്പോൾ പോലും ദാനത്തിനെ പ്രാധാന്യം നൽകുള്ളൂ. അതിനെന്താ തെളിവെന്ന് ചോദിച്ചു. കാണിച്ചു തരാമെന്ന്. നീ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. ഒരു നിമിഷം കൊണ്ട് കൃഷ്ണൻ ഒരു ബ്രാഹ്മണൻ്റെ രൂപം കൈക്കൊണ്ടു നേരെ കർണൻ്റെ അടുക്കിലേക്ക് പോയി. ബ്രാഹ്മണനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പം ജീവൻ വെടിയേറായി കിടക്കുകയാണ്. ലാസ്റ്റ് മൊമെൻ്റാണ്. പറഞ്ഞു, കുറച്ച് ധനം വേണമായിരുന്നു. അപ്പം കിടപ്പിൽ കിടന്നുകൊണ്ട് വില്ലും അമ്പും എടുത്തിട്ട് പറഞ്ഞു, ഇത് കർണൻ്റെ വിശേഷിച്ചുള്ള വില്ലും അമ്പുമാണ്, ഇതെടുത്തോളൂ, ഇതേ എൻ്റെ കയ്യിലുള്ളൂ. അപ്പം ഈ ബ്രാഹ്മണകുമാരൻ പറഞ്ഞു, ഞാൻ ബ്രാഹ്മണനാണ്, ക്ഷത്രിയനല്ല, വില്ലും അമ്പും കൊണ്ട് എനിക്ക് ഒരു കാര്യമില്ല. കർണൻ ഒരു നിമിഷം നിരാശനായി. ഇനി എന്താണ് കൊടുക്കുക? പെട്ടെന്നാണ് ഓർമ്മ വന്നത്, തൻ്റെ പല്ല് സ്വർണമാണ് കെട്ടിയിരിക്കുന്നത്. അവിടുന്ന് ഒരു കല്ലെടുത്തിടിച്ച് ആ സ്വർണം പൊളിച്ചെടുത്ത് നേരെ കയ്യിലേക്ക് നീട്ടിയപ്പോൾ പറഞ്ഞത് അശുദ്ധമാണ്, വായിലിട്ടതാണ്. ബ്രാഹ്മണനായ ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ വായിലിട്ടത് വാങ്ങുന്നത്? ആ കിടപ്പിൽ കിടന്നുകൊണ്ട് വില്ലു കുലച്ച് ഭൂമിയെ ഭേദിച്ച് പാതാളഗംഗയെ വരുത്തി അത് കഴുകി ശുദ്ധമാക്കി അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. തിരിച്ചു വന്ന് അർജുനനോട് ചോദിച്ചു, നിനക്ക് മനസ്സിലായോ? അത്രയും ദാനശീലമാണ്. കഥയുടെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ ജീവിതം മുഴുവൻ അതിനുള്ളതാണ്. അതുകൊണ്ടാണ് ഭഗവന്റെ സാമീപ്യത്തിൽ, ഭഗവത് സവിധത്തിൽ, ഭഗവത് സ്വരൂപത്തെ ദർശിച്ച് ജീവൻ പിരിയുവാൻ കർണൻ അവസരവും ഭഗവാൻ കൊടുത്തു. ഭഗവത് കൃപയും അപാരമായിരുന്നു.